നമസ്കാരം. പ്രധാന വാർത്തകൾ. പന്നിയങ്കരയിൽ ഇനി മുതൽ പ്രദേശവാസികളും ടോൾ നൽകണം. പ്രതിഷേധം ശക്തം. പാലക്കാട് പന്നിയങ്കരയിൽ ഇനി മുതൽ പ്രദേശവാസികളും ടോൾ നൽകണം. പ്രദേശത്തെ 6 പഞ്ചായത്തുകളിൽ ഉള്ളവർക്ക് നൽകിയിരുന്ന സൗജന്യമാണ് ടോൾ കമ്പനി അവസാനിപ്പിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾക്കും ഇളവുകൾ നൽകുന്നില്ല. പ്രദേശവാസികൾക്ക് അനുവദിച്ചു വരുന്ന സൗജന്യം ജൂലൈ 1 മുതൽ അവസാനിപ്പിക്കുമെന്ന് ടോൾ കമ്പനി നേരത്തെ അറിയിച്ചിരുന്നു. മാർച്ച് 9 മുതലാണ് പന്നിയങ്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് ആരംഭിച്ചത്. സൗജന്യം അവസാനിപ്പിക്കുന്നതോടെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ജനകീയ വേദിയുടെ തീരുമാനം. ഇന്ന് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. TV ദേഹത്തേക്ക് മറിഞ്ഞു വീണ് 1.5 വയസ്സുകാരന് ദാരുണാന്ത്യം. TV ദേഹത്തേക്ക് മറിഞ്ഞു വീണ് 1.5 വയസ്സുകാരന് ദാരുണാന്ത്യം. മൂവാറ്റുപുഴ പായിപ്ര മൈക്രോ ജംഗ്ഷൻ പൂവത്തും ചുവട്ടിൽ അനസിന്റെ മകൻ അബ്ദുൾ സമദാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 9:30ഓടെയാണ് സംഭവം. സ്റ്റാൻഡിനൊപ്പം TV കുഞ്ഞിന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ഉടൻ പേഴയ്ക്കാപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് ആസ്റ്റർ മെഡിസിറ്റിയിലും പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെ മരിച്ചു. നസിയാണ് മാതാവ്. 2ാം നിലയിൽ അങ്കനവാടി. 3 വയസ്സുകാരി കാൽവഴുതി തോട്ടിലേക്ക്. ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ. മുകൾ നിലയിലുള്ള അംഗൻവാടിയിൽ നിന്ന് കാൽവഴുതി താഴെയുള്ള തോട്ടിലേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റ 3 വയസ്സുകാരിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്ക് മുറിവേറ്റ കുഞ്ഞിന് ആന്തരിക രക്തസ്രാവം ഉള്ളതിനാലാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അംഗൻവാടി കെട്ടിടത്തിൽ നിന്നും 25 അടി താഴ്ചയിലുള്ള തോട്ടിലേക്കാണ് കുട്ടി വീണത്. കോലാനിപ്പറമ്പിൽ ആൻ്റപ്പന്റെ മകൾ ജെറീനയ്ക്കാണ് പരിക്കേറ്റത്. കുട്ടിയെ രക്ഷിക്കാനായി തോട്ടിലേക്ക് എടുത്തു ചാടിയ അങ്കണവാടിയിലെ വർക്കർ പ്രീതിയുടെ കാലിന് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. പള്ളിവാസൽ പഞ്ചായത്തിലെ 12ാം വാർഡിൽ പ്രവർത്തിക്കുന്ന കല്ലാർ വട്ടയാർ അങ്കണവാടിയിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം. റോഡിന്റെ നിരപ്പിന് താഴെ 1 നിലയും മുകളിലായി 2 നിലകളുമാണ് കെട്ടിടത്തിനുള്ളത്. മുകളിലത്തെ നിലയിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത്. 1ാം നിലയിൽ ആയുർവേദ ആശുപത്രിയും അങ്കണവാടിയുടെ അടുക്കളയുമുണ്ട്. അടുക്കളയിലെത്തി ഭക്ഷണം കഴിച്ച കുട്ടികൾ അംഗൻവാടി വർക്കറുടെ മേൽനോട്ടത്തിൽ മുകളിലേക്ക് കയറി. മുകളിലെത്തിയ ജെറീന വെള്ളത്തിൽ ചവിട്ടി കാൽവഴുതി കെട്ടിടത്തിന്റെ സമീപത്തുകൂടി ഒഴുകുന്ന ചെറിയ കൈത്തോട്ടിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് വിവരം. ഉടൻ തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. 10ൽ താഴെ കുട്ടികളാണ് അംഗനവാടിയിൽ പഠിക്കുന്നത്. 5 വർഷങ്ങൾക്ക് ശേഷം ജൂലിയൻ അസാഞ്ച് ജയിൽ മോചിതനായി. വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ച് ജയിൽ മോചിതനായി. US ചാരവൃത്തി നിയമം ലംഘിച്ചതായി കുറ്റസമ്മതം നടത്താൻ സമ്മതിച്ചതിന് പിന്നാലെയാണ് മോചനം. ബ്രിട്ടൻ വിട്ട ജൂലിയൻ അസാഞ്ച് ഓസ്ട്രേലിയയ്ക്ക് മടങ്ങിയെന്നാണ് റിപ്പോർട്ട്. അമേരിക്കയുടെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തിയെന്ന കുറ്റത്തിനാണ് അസാഞ്ചിനെ ജയിലിലടച്ചത്. 2019 ഏപ്രിൽ മുതൽ ലണ്ടനിലെ മെൽബാർഷ് ജയിലിലായിരുന്നു അദ്ദേഹം. US സർക്കാരിന്റെ ആയിരക്കണക്കിന് രഹസ്യരേഖകൾ ചോർത്തി തന്റെ വെബ്സൈറ്റായ വിക്കിലീക്സിലൂടെ പ്രസിദ്ധീകരിച്ചു എന്നതാണ് അസാഞ്ചിന്റെ പേരിലുള്ള കുറ്റം. ഈ നടപടി ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടാക്കിയെന്നാണ് അമേരിക്കയുടെ ആരോപണം. അരവിന്ദ് കെജ്രിവാൾ അകത്തേക്കോ അതോ പുറത്തേക്കോ? ഇന്നറിയാം. ദില്ലി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷ ദില്ലി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷയിൽ ഉത്തരവ് പറയും വരെ ജാമ്യം അനുവദിച്ച റൌസ് അവന്യൂ കോടതി ഉത്തരവ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരുന്നു. അതേസമയം സ്റ്റേ അപേക്ഷ ഹൈക്കോടതി തള്ളിയാൽ അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് ജയിൽ മോചിതനാകാം. ജസ്റ്റിസ് സുധീർ കുമാർ ജെയിൻ ഉച്ചയ്ക്ക് 2:30 ഉത്തരവ് പറയുക.